എന്തൊരു സുധിയേട്ടന്റെ പേരിന്റെ കുറെ പേര് വ്ളോഗേഴ്സ്, അതായത് എന്നെ നെഗറ്റീവ് പറയുന്ന കുറെ വ്ളോഗേഴ്സ് പറയുന്നത് സുധിച്ചേട്ടന്റെ പേര് പേര് മാറ്റുന്നത്. എനിക്ക് സൗകര്യമില്ല, കാരണം എന്റെ ഹസ്ബൻഡിന്റെ പേരല്ലാതെ വേറെ വല്ലവരുടെ പേര് എനിക്ക് ചേർക്കാൻ പറ്റും. എന്റെ ഹസ്ബൻഡിന്റെ പേരാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, അത് മാറ്റാൻ പറയാൻ നീയൊക്കെ ആരാ? സൗകര്യമില്ലടാ മാറ്റി എന്ന് പറഞ്ഞ ആള് ആദ്യത്തെ കടമ്പയായ ആദ്യത്തെ പടിയായ ഇൻസ്റ്റാഗ്രാമിൽ പ്രൊഫൈൽ പിക്ചർ മാറ്റിയിരിക്കുകയാണ്. ഇത്രയും നാളും കൊല്ലം സുധിയുടെ ഫോട്ടോയായിരുന്നു പ്രൊഫൈൽ പിക്ചറായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഫേസ്ബുക്കിലും അത് തന്നെ, ഇൻസ്റ്റയിലും അത് തന്നെ. അപ്പോൾ ഇപ്പം മെമ്പർഷിപ്പ് ഒക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ ഈ മെമ്പർഷിപ്പിനകത്ത് വന്ന് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ മെമ്പർഷിപ്പ് എടുക്കൂ, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഞാൻ തരാം, നിങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കാം, പെട്ടെന്ന് തന്നെ നിങ്ങൾ മെമ്പർഷിപ്പിൽ ചേരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രൊമോഷൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സ്റ്റോറിയോ അങ്ങനെ എന്തൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ മെമ്പർഷിപ്പ് എടുക്കാത്തത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല, കാരണം കൊടുക്കണം, നമ്മളത് കാണണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാവാം ഇത്രയും നാളും എല്ലാം എൻ്റെ സുധിച്ചേട്ടന് വേണ്ടി എന്ന് പറഞ്ഞ ആൾ പ്രൊഫൈൽ പിക്ചർ അങ്ങ് മാറ്റി. ഇപ്പോൾ ഇട്ടിരിക്കുന്നത് സ്വന്തം ഫോട്ടോയാണ്. വേറൊന്നുമല്ല, ഇപ്പം എല്ലാവർക്കും ഒന്നും അറിയണമെന്നില്ലല്ലോ. ഈ കൊല്ലം സുധിയെയും ഈ പറഞ്ഞ രേഷ്മ പി തങ്കച്ചിനെയും ഒന്നും എല്ലാവർക്കും അറിയത്തില്ല. അപ്പം അറിയാൻ വയ്യാത്തവരും ഈ മെമ്പർഷിപ്പ് ഉള്ള ഇത് നോക്കുമ്പോൾ പ്രൊഫൈൽ പിക്ചർ ഒരു ആണിൻ്റേതാണ്. ആരെങ്കിലും മെമ്പർഷിപ്പ് എടുക്കുമോ? അപ്പോൾ കാണുന്ന പോലെയൊന്നും അല്ല, നല്ല ബുദ്ധിയുണ്ട്, പിന്നിൽ ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ എന്തായാലും ആ ഭർത്താവിൻ്റെ ഫോട്ടോ അങ്ങ് മാറ്റി സ്വന്തം ഫോട്ടോ ഇട്ട്, നല്ല സുന്ദരിയായിട്ടൊക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ട്, എന്നാലല്ലേ ആൾക്കാർ മെമ്പർഷിപ്പ് എടുത്ത് കയറത്തുള്ളൂ. അതാണ് ഞാൻ നിയമപരമായിട്ട് ഞങ്ങൾ കല്യാണം കഴിച്ച ആ ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചത്. പക്ഷെ അതിനകത്ത് തെറ്റിപ്പോയത് ഗ്രൂപ്പ് ബ്രൈഡ് ഗ്രൂപ്പ് പോയി എന്തെങ്കിലും ഒരു സാധനം കൊടുക്കണ്ടേ നെഗറ്റീവുകൾക്ക് എടുത്ത് ട്രോളാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഗ്രൂപ്പ് ആരാന്നും ബ്രൈഡ് ആരാന്നും പറയാനുള്ള വിദ്യാഭ്യാസം കിട്ടുന്നത് എനിക്ക്. പക്ഷെ എന്തായാലും അത് പറഞ്ഞു കൊടുത്തതാണ്, എന്നിട്ട് ട്രോളട്ടെ നോക്കിട്ട്. അതെ, അങ്ങ് ഇട്ട് തന്നതാ, അല്ലാതെ അറിയാൻ വൈകിട്ടൊന്നുമല്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, അറിയാൻ വൈകിട്ടൊന്നുമല്ല, എല്ലാം എനിക്കറിയാം. പക്ഷേ നെഗറ്റീവ് വോളികൾക്ക് ട്രോളാൻ വേണ്ടി മാത്രം ഇട്ട് തന്നൊരു സാധനമാണ്. ഏത് ഈ മറ്റേ മാരേജ് സർട്ടിഫിക്കറ്റുമൊക്കെ ആയിട്ടൊരു വീഡിയോസ് ചെയ്തായിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് ഈ ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെ ഒക്കെ പേര് വായിച്ചു. അപ്പോൾ ഈ സുധിയുടെ പേര് പറയുമ്പോഴത്തേക്കും വായിച്ചത് ബ്രൈഡെന്ന് സാധാരണ പറയുന്നത് പെണ്ണിനെയാണ്. അപ്പം പിന്നെ ഗ്രൂം എന്നുള്ളിടത്ത് രേഷ്മ പി തങ്കച്ചൻ്റെ പേരും വായിച്ചു. അപ്പം മാറിപ്പോയി. ഈ ബ്രൈഡെന്ന് പറയേണ്ടടുത്ത് ഗ്രൂമെന്ന് പറയേണ്ടടുത്ത് ബ്രൈഡെന്നും ആയിപ്പോയി. എത്ര ബ്യൂട്ടി പാർലറാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തത്? അല്ല, കുറേ ഇങ്ങനെ കണ്ടായിരുന്നു, എല്ലാം ബ്യൂട്ടി പാർലറാണ് ഉദ്ഘാടനം ചെയ്തത്. എന്നിട്ട് പോലും ഗ്രൂം ഏതാ ബ്രൈഡ് ഏതാന്ന് തിരിച്ചറിവില്ല അല്ലേ? ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, 10-13 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു അറിവിൽ ഞാൻ പറയാം, ഈ ഗ്രൂം എന്ന് പറയുന്നത് നമ്മൾ കല്യാണ ചെറുക്കനെയാണ് നമ്മൾ ഗ്രൂം എന്ന് പറയുന്നത്. പിന്നെ ബ്രൈഡ് എന്ന് പറയുന്നത് ഏതാ? കല്യാണ പെണ്ണിനെ. അപ്പോൾ പെണ്ണിനെയാണ് നമ്മൾ ബ്രൈഡ് എന്ന് പറയുന്നത്. ഇനി തെറ്റിക്കരുത്, തെറ്റിച്ചാൽ നല്ല അടി വെച്ച് വരും. ഇനി എത്ര ബ്യൂട്ടി പാർലർ ഉദ്ഘാടനം ചെയ്യാനുള്ളതാണ്. ആരാന്നും ബ്രൈഡ് ആരാന്നും പറയാനുള്ള വിദ്യാഭ്യാസം കിട്ടുന്നത് എനിക്ക്. പക്ഷെ എന്തായാലും അങ്ങ് പറഞ്ഞു കൊടുത്തതാണ്, എന്നിട്ട് ട്രോളട്ടെ നോക്കിട്ട്. പിന്നെ വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. ആരൊക്കെയായിരുന്നു? എന്തോ പൈലറ്റ് ആയിരുന്നെന്നോ പിന്നെ എന്തൊക്കെയോ ആയിരുന്നല്ലോ, നേഴ്സായിരുന്നെന്നോ ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വിദ്യാഭ്യാസം ഇല്ലാതില്ലല്ലോ, അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നത്. പിന്നെ വീണെടുത്ത് കിടന്ന് ഉരുളാനുള്ള നല്ല ഒന്നാന്തരം കഴിവ് ഉണ്ട്, അത് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ, തെറ്റിപ്പോയൊരു കാര്യം ഞാൻ അങ്ങിട്ട് കൊടുത്തതാ, ട്രോളർമാർക്ക് ട്രോളാൻ വേണ്ടി ഞാൻ അങ്ങിട്ട് കൊടുത്തതാ. ഔദാര്യം, കഷ്ടടവേ, സമ്മതിച്ചു. കണ്ടന്റ് ആവട്ടെ. എന്നെ കൊണ്ട് ഉപജീവിക്കുന്ന കുറെ വ്ളോഗേഴ്സ് ഉണ്ട്. സോ അവർക്ക് ഒരു ദിവസം ഞാൻ എന്റെ ഒരു വീഡിയോ കിട്ടിയില്ലെങ്കിൽ അവരെങ്ങനെ കഞ്ഞി കുടിക്കുമെന്ന് ഓർത്ത് ഞാൻ ആകെ സങ്കടത്തിലാണ്. അതുകൊണ്ട് ഞാനൊന്ന് ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ അങ്ങ് ഇട്ട് തരുമല്ലേ. അയ്യോ, ഞങ്ങളങ്ങ് കഞ്ഞി കുടിച്ചില്ലെങ്കിലോ, ഒരു വീഡിയോ നിങ്ങളുടെ ഇങ്ങോട്ട് കിട്ടിയില്ലേ, ഞങ്ങൾക്ക് കണ്ടന്റ് ഇല്ല. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഞങ്ങൾ രേണുസുധി എന്ന് പറഞ്ഞിട്ടാണ് എഴുന്നേൽക്കുന്നത്. ആദ്യം തിരിച്ചു പറയുക, കാരണം ഈ യൂട്യൂബേഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇല്ല, ഈ യൂട്യൂബേഴ്സ് വീഡിയോ ഇടില്ലെങ്കിൽ നിങ്ങൾക്ക് റീച്ച് ഇല്ല. ഇങ്ങനെ ഒരു നെഗറ്റിവിറ്റി ഉള്ളത് കൊണ്ടും ഇങ്ങനെ നെഗറ്റീവ് റീച്ച് ഉള്ളത് കൊണ്ടും മാത്രമാണ് ഇപ്പോഴും നിങ്ങൾ നിലനിന്ന് പോകുന്നത്. സത്യം പറയാലോ, നിങ്ങളുടെ റീച്ച് കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആ ഒരു വെപ്രാളം പരവേശമൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു മെമ്പർഷിപ്പിലൂടെ നിങ്ങൾ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി എത്രയും വേഗം അതിൽ നിന്നും കുറച്ച് കാശുണ്ടാക്കാം. എന്തായാലും 500 സംതിങ് ആൾക്കാരോളം ചെയ്തിട്ടുണ്ട്, മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു എമൗണ്ട് എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് കിട്ടി. എന്തായാലും ഇപ്പം ആരും പറയാതെ തന്നെ ആ പ്രൊഫൈൽ പിക്ചർ അങ്ങ് മാറ്റി. ഇനി ആരും പറയാതെ തന്നെ ഈ രേണു സുധി എന്നുള്ളത് രേഷ്മ പി തങ്കച്ചൻ ആവും. ഇല്ലെങ്കിൽ നോക്കിക്കോ, ഉടനെ ആകും, വൈകാതെ ആകും. കാരണം ഇനി കണ്ണുകൾ മൊത്തം മെമ്പർഷിപ്പിൽ നിന്ന് കിട്ടുന്ന പൈസയല്ല. ഈ കണ്ണിന് കയം കാണിക്കാൻ പാടില്ല എന്ന് പറയില്ലേ, അതാണിപ്പോൾ കാണാൻ പോകുന്നത്. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടതുണ്ടോ?
തേഞ്ഞൊട്ടി 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 എന്ന് പണ്ടാരോ പറഞ്ഞ ഒരു ഓർമ്മയുണ്ട്. അപ്പം അന്നൊന്നുമല്ല, ഇനിയാണ് ശരിക്കും തേഞ്ഞൊട്ടാൻ പോകുന്നത്. കാണാം.